ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം സിനിമ മലയാളിയുടെ കുറ്റകൃത്യ മനോഭാവത്തെ പ്രചോദിപ്പിക്കുന്നതാണോ? ഒരു കൊലപാതകം നടത്തിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന സിനിമയിലെ സന്ദേശം ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയുടെ തിരോധാനത്തിൻ്റെ അന്വേഷണം കൊണ്ടെത്തിച്ചതും ദൃശ്യം മോഡൽ കൊലക്കേസിലേക്കാണ്. ആൺ സുഹൃത്തും അമ്പലപ്പുഴ സ്വദേശിയുമായ ജയചന്ദ്രൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നാണ് മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. 2 ആഴ്ച മുൻപാണ് കൊലപാതകം നടന്നത് എന്നതിനാൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്നുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിലാണ് 7-ാം തീയതി പുലർച്ചയോടുകൂടി കൊലപാതകം നടക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെയാണ് ആൺസുഹൃത്തായ ജയചന്ദ്രൻ ഈ വീട്ടിലെത്തിച്ച് ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയത്. ആദ്യം പ്ലെയർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അയാൾ പോലീസിനോട് വ്യക്തമാക്കിയതെങ്കിലും പിന്നീട് അത് പക്ഷേ മാറുന്ന സാഹചര്യമായിരുന്നു. അതായത് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അടക്കം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തലയുടെ പിന്നിൽ വെട്ടേറ്റ മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മൂർച്ചയേറിയ വെട്ടുകത്തി പോലെയുള്ള ആയുധം വെച്ച് തലയുടെ പിൻഭാഗത്ത് പലതവണ വെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഒരു മിസ്സിംഗ് കേസായാണ്. അതായത് കരുനാഗപ്പള്ളി പോലീസിൽ 13-ാം തീയതി ഇവരുടെ സഹോദരി ഗീത, അതായത് കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സഹോദരി ഗീത ഒരു പരാതി നൽകുന്നു. സ്വന്തം സഹോദരിയായ വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം. തുടർന്ന് നടത്തിയ ഒരു മിസ്സിംഗ് തിരോധാന കേസായി രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണത്തിനിടയിലാണ് വിജയലക്ഷ്മിയും ഒപ്പം തന്നെ ആൺ സുഹൃത്തായ ഈ ജയചന്ദ്രനും ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട്, ഒരേ സമയം ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഓച്ചിറയിൽ ഇവർ എത്തിയിട്ടുണ്ടെന്നും അമ്പലപ്പുഴയിൽ ഇവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നീട്, അതായത് ഇവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. അതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തുമ്പ് പോലീസിന് ലഭിക്കുന്നത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിജയലക്ഷ്മിയുടെ ഫോണാണ്. അതായത് പ്രതി ഓരോ ഘട്ടത്തിലും, ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും പോലീസിനെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നടത്തി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും കുറ്റസമ്മതം നടത്താനായി തയ്യാറായിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘം ഇഴകീറി മുറിച്ച് ഓരോ കാര്യങ്ങളും ഓരോ പരിശോധനകളും പൂർത്തീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴാണ്, പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അത്തരത്തിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. എറണാകുളത്തേക്ക് സഞ്ചരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ അതൊരു വിധത്തിലും സമ്മതിച്ചില്ല. പക്ഷേ എറണാകുളത്ത് കണ്ണൂരിൽ നിന്നെത്തിയ KSRTC ബസ്സിൽ മൊബൈൽ വെച്ചിട്ട് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് കണ്ടക്ടറുടെ മൊഴി നിർണായകമായി. മാത്രമല്ല പ്രതിയുടെ കയ്യിൽ നിന്നും എറണാകുളത്തേക്ക് സഞ്ചരിച്ചതിന്റെ ടിക്കറ്റ് പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രതി പിന്നീട് പല ഘട്ടത്തിൽ ഉള്ള ചോദ്യം ചെയ്യലും ഓരോ അവസരത്തിലും കീറി മുറിച്ച് പോലീസ് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് ഇയാൾ ഈ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇവിടെയല്ല അവസാനമായി എത്തിയത്, വിജയലക്ഷ്മി എത്തിയത് എറണാകുളത്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് എത്തിച്ചാണ് ആ ഫോണിന്റെ സ്വിച്ച് അവർ ഓൺ ചെയ്തത്. 2 ഫോണും ഒരേ സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തതും ഈ കേസിൽ പ്രതി പിടിക്കപ്പെടാനായി കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മിക്ക് പല ഘട്ടത്തിലും പല ഇടങ്ങളിലും വിജയലക്ഷ്മി പണം നൽകിയിട്ടുള്ളതായിട്ടുള്ള വിവരം പോലീസ് കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പണം നൽകുന്നതിനൊപ്പം തന്നെയാണ് ഇവർ ഇയാളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളിയായി കൊല്ലത്ത് മത്സ്യബന്ധനത്തിനായി എത്തുന്ന ആളാണ് ഈ ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇവർ തമ്മിലുള്ള അടുപ്പം തുടങ്ങുന്നത്. അതിനുശേഷം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺ സുഹൃത്ത്, അതായത് വിജയലക്ഷ്മി ഇവിടെ എത്തിയതിനു ശേഷം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺ സുഹൃത്ത് വിളിച്ചത് പ്രകോപനത്തിന് ഇടയാക്കി. ആ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ആൺ സുഹൃത്ത് വിളിച്ചു. ഈ ആൺ സുഹൃത്ത് ഇതിനു മുമ്പ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മി ഈ വിളിച്ച ആൺസുഹൃത്തുമായി ചേർന്ന് ഒരു ഘട്ടത്തിൽ ഈ ജയചന്ദ്രനെ മർദ്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പകയും ആ സംഭവവുമായി ബന്ധപ്പെട്ട പകയും ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. അതൊക്കെ ചേർന്നാണ് ഒരു കൊലപാതകത്തിലേക്ക്, ക്രൂരമായ കൊലപാതകത്തിലേക്ക്. തലയുടെ പിൻഭാഗത്ത് നിരവധി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുള്ള വെട്ടേറ്റ പാടുമുണ്ട്. നമ്മൾ ഈ കാണുന്ന കോമ്പൗണ്ടാണ്, അതായത് ഈ വീടിന്റെ പിൻഭാഗത്തോട് ചേർന്ന ഈ കോമ്പൗണ്ടിലാണ്
മൃതദേഹം കുഴിച്ചിട്ടത്. അതായത് പുലർച്ചെ 7-ാം തീയതി പുലർച്ചെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കുഴിയാണ്, അതായത് ഒട്ടും ആഴമില്ലാത്ത ഒരു കുഴിയിലായിരുന്നു മൃതദേഹം ഇയാൾ കുഴിച്ചിട്ടിരുന്നത്. പിന്നീട് ഈ കുഴിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് വരുമോ എന്ന ഭയത്തെ തുടർന്ന് ഇവിടെ കുറച്ച് സിമന്റും സാധനങ്ങൾ ഉപയോഗിച്ച് അത് അടയ്ക്കാനുള്ള ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും അന്വേഷണ സംഘം വളരെ മികവാർന്ന അന്വേഷണം തന്നെയാണ് നടത്തിയത്. വളരെ പെട്ടെന്ന് ഒരു തിരോധാന കേസ്, ഒരു കൊലപാതകമാണ് എന്നും മൃതദേഹം കണ്ടെത്താനും പ്രതിയിലേക്ക് എത്താനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 6ഓളം സമാനമായ രീതിയിലുള്ള കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസുകൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. കാരണം ഇവരുടെ സ്വർണം അപഹരിച്ചിട്ടുണ്ട്. 3 പവൻ സ്വർണം ഇയാൾ എടുത്തിട്ടുണ്ട്, അത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ കരൂരിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.